ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക നിലവിളിക്കുന്നത് കേട്ട് ഹാളിലേക്ക് ഓടിയെത്തുന്ന രാധികയും പത്മിനിയും കൽപ്പനയും. അവര് മൂന്നുപേരും എന്താണ് കാര്യമെന്ന് പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ കൽപ്പനയുടെയും രാധികയുടെയും ചോദ്യം കേട്ട് പ്രിയങ്ക ആശങ്കയോടെ പറഞ്ഞു, ദാ അവിടെ റൂമില്, എന്റെയും വരുണിന്റെയും റൂമില് എന്ന് പറഞ്ഞപ്പോ റൂമിൽ എന്താ എന്ന് വീണ്ടും അവർ അന്വേഷിച്ചു. അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത്, അതെ, ആ റൂമില് അവിടെ ഒരു അസ്ഥികൂടം, ബെഡിൽ ഒരു അസ്ഥികൂടം കിടക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതും ആകെ അതിശയമായി ഏവർക്കും. അസ്ഥികൂടോ? എന്തൊക്കെയാ പ്രിയങ്ക നീ പറയുന്നത്? നീ വല്ല സ്വപ്നം കണ്ടിട്ട് വന്നതാണോ എന്ന് ചോദിച്ച് രാധികയുടെ അരികിൽ നിൽക്കുന്ന പ്രിയങ്കയെ കൽപ്പന കളിയാക്കി. അപ്പോഴേക്കും രാധിക പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്നു പേരും പ്രിയങ്കയോടൊപ്പം റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. കൽപ്പന പറഞ്ഞു, ശരിയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്ന് കൽപ്പന പ്രിയങ്കയും വിളിച്ച് പത്മിനിയോടൊപ്പം റൂമിലേക്ക് എത്തി. പത്മിനി വേഗാകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോൾ അവിടെ ബെഡിൽ കിടക്കുകയാണ് വരുൺ. പുതച്ചു മൂടി കിടക്കുന്ന വരുണിനെ കണ്ടതും പത്മിനി ആകെ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ അവിടെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ വരുൺ ഇതൊന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്നു. ഉടനെ പ്രിയങ്കയോട് കൽപ്പന ചോദിച്ചു, എവിടെയാ അസ്ഥികൂടം എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, ഇതാ ഞാൻ ഈ വരുൺ കിടക്കുന്നിടത്തായിരുന്നു മുമ്പ് ഒരു അസ്ഥികൂടം കിടക്കുന്നത് ഞാൻ കണ്ടത്, ഞാനതാ പേടിച്ചെഴുന്നേറ്റത് എന്ന് പറഞ്ഞപ്പോ പത്മിനി ചോദിച്ചു, ഇവിടെ ദാ വരുണല്ലേ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു, എന്റെ പ്രിയങ്കെ, നീ ഈ രാത്രിയിൽ ഓരോ ദുസ്വപ്നവും കണ്ടിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തി. എന്തായാലും ഇനി ഇത്രയും ആൾക്കാർ എണീറ്റല്ലോ, ഇനി മറ്റുള്ളവരെ കൂടി ബഹളം വെച്ച് വെറുതെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ വരുൺ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു. എന്താ അമ്മേ, എന്താ എല്ലാരും ഇവിടെ എന്ന് വരുൺ അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രിയങ്കയും മറ്റെല്ലാവരും ഒന്നുമില്ല, നീ ഇന്നലെ എവിടെയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, നീ ഇവിടെയാണോ കിടന്നേ എന്ന് ചോദിച്ചപ്പോൾ വരുൺ ചോദിച്ചു, പിന്നെ പിന്നെ എവിടെയാ ഞാൻ കിടക്കണ്ടേ എന്നായി വരുണിന്റെ ചോദ്യം. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, അല്ല, പ്രിയങ്ക ഇവിടെ ഏതൊരു അസ്ഥികൂടം കണ്ടുവെന്ന് പറഞ്ഞ് പ്രിയങ്ക നിലവിളിച്ച് വന്നതാ എന്ന് പറഞ്ഞപ്പോ ഉടനെ വരുൺ ചോദിച്ചു, ഏടത്തി അല്ലാതെ ഇവള് പറയുന്നത് വിശ്വസിക്കുവോ? ഇവൾക്ക് തലയ്ക്കെന്തോ ഭ്രാന്താ എന്ന് പറഞ്ഞു. തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പോകും എന്ന് പറഞ്ഞപ്പോ ബഹളം കേട്ട അവിടേക്ക് മുത്തശ്ശി എത്തി. എന്താ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, മുത്തശ്ശി, പുതിയൊരു കഥ ഇറങ്ങിയിരിക്കുക, ഇവിടെ എന്റെ ബെഡ്റൂമിൽ ഒരു അസ്ഥികൂടം കണ്ടെന്ന്. അത് കേട്ടതും മുത്തശ്ശി ആകെ അതിശയത്തോടെ വരുണെ നോക്കി. ദാ അതിന്റെ കഥ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെല്ലാം കേട്ട് എല്ലാവരും എന്താ വിശ്വസിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, ഇതൊക്കെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമായിരിക്കും, അല്ലാതെ എന്താ പറയുന്നത്. അല്ല അമ്മേ, ഇതിന് പിന്നിലും ഇനി അമ്മ വല്ല ആണോ? പുതിയ പുതിയ പരീക്ഷണങ്ങൾ അമ്മയല്ലേ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു, അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ല, സത്യം തന്നെയാ, ഞാൻ കള്ളം പറഞ്ഞതല്ല എന്ന് പറഞ്ഞു പ്രിയങ്ക ഒച്ച വെക്കുമ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു, മതി, എന്തായാലും രാധിക മോളെ, വേഗം ഇവിടെ വല്ല പൂജാമുറിയിലും കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. പൂജാമുറിയിൽ പോയി കുറച്ചു നേരം ഇരിക്കട്ടെ, പേടി തട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടതല്ലേ, പേടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് പോകാൻ രാധികയോട് പറഞ്ഞു. രാധിക പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. മുത്തശ്ശി അവരുടെ പദ്ധതി ഏറ്റുവെന്ന സന്തോഷത്തിൽ വരുണിനെ നോക്കി. അപ്പോഴേക്കും കൽപ്പനയ്ക്ക് അപ്പോഴും സംശയം വിട്ടുമാറിയില്ല. ഉടനെ പത്മിനി അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ ആകെ വിഷമത്തോടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ, അല്ല, ഇനി ഈ പരീക്ഷണത്തിന് മുന്നിൽ അമ്മയാണല്ലോ ഇപ്പൊ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് വരുൺ പറയുമ്പോൾ പത്മിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പത്മിനി പോയതും കൽപ്പന ആകെ സംശയത്തോടെ അവിടെ തന്നെ നിന്നു. വേഗം വരുണിന്റെ ബെഡിനടിയിലേക്ക് നോക്കി. ഉടനെ വരുണും നോക്കിയിട്ട് ചോദിച്ചു, എന്താ എടുത്തി? അല്ല, പ്രിയങ്ക പറഞ്ഞതാണല്ലോ, വെറുതെ ഒന്നും ആവില്ലല്ലോ എന്നിങ്ങനെ കൽപ്പന പറയുമ്പോ വരുൺ പറഞ്ഞു, എടുത്തി, പ്രിയങ്ക പറഞ്ഞത് വെറുതെ അല്ല, ശരിയാ എടുത്തി, പ്രിയങ്ക പറഞ്ഞതിലും ഒരു സത്യാവസ്ഥയുണ്ട്. ഇവിടെ ഒരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. അത് വേറൊന്നും അല്ല, ഈ അസ്ഥികൂടേ ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ശ്മശാനം ഉണ്ടല്ലോ, അവിടുന്ന് ഇതുപോലെ ഇടയ്ക്ക് ചില ആൾക്കാർ ഇങ്ങനെ ചില അസ്ഥികൂടങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ അങ്ങ് പോകും. ഇനിയിപ്പം ഇടത്തേക്ക് കാണണമെന്ന് വേണമെങ്കിൽ ഞാൻ വേണേ അവരെ വിളിക്കാം ഇങ്ങോട്ട്, അവർ വന്ന് ഇടത്തിയോട് സംസാരിച്ചോളും എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു, അയ്യോ വേണ്ട. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, അതെന്താ മോളെ, നീ നല്ല ചെറുപ്പക്കാരി കുട്ടിയല്ലേ, നിനക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കാണുമല്ലോ എന്ന് ചോദിച്ചിട്ടും, അതെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് കൽപ്പന ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഉടനെ മുത്തശ്ശിയും വരുണും ആ പദ്ധതി ഏറ്റുവന്ന സന്തോഷത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇനി മോനെ, ഇനി അവള് നിന്റെ കൂടെ കിടക്കാൻ ധൈര്യത്തോടെ അവിടെ വരുവോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. ഇനി അഥവാ അങ്ങനെ നോക്കുവാണെങ്കിലേ
ഒരു കാര്യം ചെയ്യാം, കുറച്ചു മുമ്പ് നീ പറഞ്ഞ പോലെ കൂട്ടത്തോടെ ഇങ്ങ് വരുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ നമുക്ക് കൂട്ടത്തോടെ കുറച്ചെണ്ണത്തിനെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ അവള് പേടിച്ച് ചാവും, അതോടെ ഈ ശല്യം അങ്ങ് അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു. പിറ്റേന്ന് രാവിലെ രാധിക കിച്ചണിൽ കയറി ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്മിനി അവിടേക്ക് എത്തി. ചായ ഇടുന്നതിനിടയിൽ രാധികയോട് പത്മിനി ചോദിച്ചു, ആ നേരത്തെ ചായ ഇട്ടല്ലേ എന്ന് ചോദിച്ചതും, ആ പ്രിയങ്ക എണീറ്റില്ലേ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, പേടിച്ചു പോയിരുന്നോ, അതുകൊണ്ട് എണീറ്റ് വരുന്നതേ ഉള്ളൂ എന്ന് രാധിക മറുപടി നൽകി. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വരുൺ വളരെ സ്നേഹത്തോടെയൊക്കെ നിന്നോട് സംസാരിക്കാൻ വരും, പക്ഷെ ഒരു കാരണവശാലും അവനോട് ആ രീതിയിൽ നീ പെരുമാറരുത്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ഞാനൊരു ദുഷ്ടയാണെന്നും ക്രൂരയാണെന്നും ഒക്കെ തോന്നിയേക്കും, പക്ഷെ എനിക്ക് വലുത് എൻ്റെ കുടുംബമാണ്, എൻ്റെ മകൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് ഇനി അവൻ സ്നേഹത്തോടെ ഇടപെടാൻ വന്നാൽ അതിന് നിന്നോട് വെറുപ്പ് തോന്നുന്ന രീതിയിലായിരിക്കണം എൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രിയങ്ക അവിടേക്ക് എത്തിയത്. ഉടനെ പത്നി ചോദിച്ചു, ഇപ്പോൾ മോക്ക് എങ്ങനെയുണ്ട്, പേടിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചിട്ടും, ഇന്നലെ ചേച്ചി എൻ്റെ കൂടെ തന്നെ ഇരുന്നു, കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു. ഇനി മോള് അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു പ്രിയങ്കയോട് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാധിക ചായ എടുത്ത് പ്രിയങ്കയുടെ നേരെ നീട്ടി, ഇതാ മോളെ, ഇത് നീ വരുന്നു കൊണ്ടേ കൊടുക്ക എന്ന് പറഞ്ഞത്. ഉടനെ പ്രിയങ്ക അങ്ങനെ സംശയത്തോടെ നിൽക്കുമ്പോൾ, ഞാനിത് കൊടുത്ത അവരിന് ഇഷ്ടാവില്ല ചേച്ചി എന്ന് പ്രിയങ്ക മറുപടി നൽകി. അപ്പോഴേക്കും രാധിക പറഞ്ഞു, മോളെ, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക, വരന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നീ ചായ കൊടുക്കണം. വരന്റെ കാര്യങ്ങളൊക്കെ വരന് സമ്മതിച്ചില്ലെങ്കിൽ പോലും ഇഷ്ടമായില്ലെങ്കിൽ പോലും നീ ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കണം. നീ വരന്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പും അവഗണനകളൊക്കെ ഉണ്ടായാലും അതൊക്കെ നീ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. പലതവണയായി കഴിയുമ്പോൾ നിന്റെ സ്നേഹം വരുന്ന തിരിച്ചറിയാതിരിക്കാനാവില്ല, അവസാനം വരുൺ നിന്നെ സ്നേഹിച്ചു തുടങ്ങിക്കോളും എന്ന് രാധിക പ്രിയങ്കയെ ഉപദേശിച്ചു. അത് കേട്ടതും പത്മിനി ശരിയാണെന്നുള്ള രീതിയിൽ തലകുലുക്കിക്കൊണ്ട് പത്മിനി പ്രിയങ്കയോട് പോയി ചായ കൊണ്ടേ കൊടുക്കാനായി പറഞ്ഞയച്ചു. പ്രിയങ്ക അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പത്മിനി രാധികയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, നീ ഇപ്പോ പറഞ്ഞതൊക്കെ കൊള്ളാം, ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ ഇതൊക്കെ നിന്റെ ശരിക്കുള്ള പ്രവൃത്തികളാണോ അല്ലയോ എന്ന് ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും വരുണിന്റെ മുന്നിൽ നീ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ അവനോട് അടുത്തിടപഴകാൻ പോകാതിരുന്നാൽ മതി. എന്തായാലും ഒരു കാര്യം മോള് മനസ്സിലാക്കിക്കോ, സ്വന്തം മരുമകളിലെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യയെ വേണ്ടെന്ന് വെച്ച് അവളെ ഒഴിവാക്കി അവൾക്ക് പകരം നിന്നെ അവിടേക്ക് പ്രതിഷ്ഠിക്കത്തക്ക രീതിയിലുള്ള അത്ര വലിയ പരിഷ്കാരമൊന്നും ഈ അമ്മയ്ക്കില്ല എന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയങ്ക പോയി കഴിയുമ്പോൾ പത്മിനിയുടെ നേരെ രാധിക നീട്ടിയ ചായയും വാങ്ങി പത്മിനി അവിടെ നിന്ന് പോയി. രാധിക ആകെ വിഷമത്തോടെ നിന്നു. വരുൺ അപ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രിയങ്ക ചായയുമായിട്ടെത്തുന്നു. വരുൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ചായ കൊണ്ടുവന്ന് തരണ്ട എന്ന്. നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. നീ എനിക്ക് ചായയായിട്ട് വരണ്ട. എനിക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും നീ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണ്ട. എനിക്കിഷ്ടമില്ല. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് തന്നാൽ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് വരുൺ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പത്മിനി അവിടേക്ക് എത്തി. പത്മിനി ചോദിച്ചു, അതെന്താടാ, പ്രിയങ്ക നിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതെ, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും പെരുമാറിയാലും ശരി, ഞാനൊരു കാര്യം പറയാം, ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ പറയുന്നത് നീ കൃത്യമായി അങ്ങ് മനസ്സിലാക്കി അങ്ങ് പെരുമാറിയാൽ മതി. ഇവൾ നിന്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകൾ. അത് ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചതും അവളെ അങ്ങനെ സ്വീകരിച്ചതുമാണ്. അതുകൊണ്ട് ഇവൾ എന്തുകൊണ്ട് തന്നാലും അത് വാങ്ങിച്ച് കഴിക്കാനും കുടിക്കാനും നീ പഠിക്കുകയും അതിന് തയ്യാറാകുകയും ചെയ്യണം എന്ന് പറഞ്ഞ്, പ്രിയങ്ക മോളെ, ആ ചായ നീ അവനോട് കൊടുക്കുക, വരുൺ അത് വാങ്ങിച്ച് കുടിക്കുക എന്ന് പറഞ്ഞു. വരുണിന്റെ നേരെ പ്രിയങ്ക ചായ കൊടുത്തിടും വരുൺ അത് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിക്കുന്നതിനിടയിൽ മധുരമില്ലാത്ത പോലെ വരുന്നു തോന്നി. വരുൺ പറഞ്ഞു, അതെ, ചായ വെറുതെ ഇങ്ങ് ഉണ്ടായിക്കൊണ്ട് തന്നാ പോരാ, അതിന് ഒരല്പം മധുരം കൂടി നോക്കണം എന്ന് പറയുമ്പോൾ രാധിക അവിടേക്ക് എത്തി. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനായിട്ട് വെറുതെ ചായ കൊണ്ടിങ്ങ് വന്നാൽ പോരാ, അത് മറ്റുള്ളവർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ കൂടെ വേണം, ഇതിലൊരല്പം മധുരം ഇട്ടുകൂടെ എന്ന് ദേഷ്യത്തോടെ പ്രിയങ്കയോട് വരുൺ പറഞ്ഞു. രാധിക, ഇതിലൊരല്പം മധുരം ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ചായ രാധികയ്ക്ക് നേരെ നീട്ടി. ഉടനെ രാധിക അത് കണ്ടിട്ട് ഒന്നും മിണ്ടാതങ്ങാൻ നിൽക്കുമ്പോൾ രാധിക ചായ മേടിക്കാൻ മടി കാണിച്ചു നിൽക്കുന്ന കണ്ട് പത്മിനിയെ രാധിക നോക്കി. പത്മിനി അപ്പോഴേക്കും
എന്തോ തലകൊണ്ട് കാണിച്ചുകൊണ്ട് രാധികയ്ക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും പത്മിനി ദേഷ്യത്തോടെ നോക്കിയതും രാധികയ്ക്ക് കാര്യം പിടികിട്ടി. അപ്പോഴേക്കും രാധിക വേഗം പറഞ്ഞു, അല്ല, ഇതിനകത്ത് മധുരം തരാൻ പറഞ്ഞ് എന്നോട് ആജ്ഞാപിക്കാൻ നിങ്ങളെന്റെ ആരാ? ഞാൻ നിങ്ങളുമായിട്ട് എനിക്കെന്താ ബന്ധമുള്ളത്? ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ അനുജത്തിക്ക് ഒരു കൂട്ടായിട്ട് മാത്രമാണ്, അല്ലാതെ ഞാൻ ഇവിടുത്തെ ആരുടെയും വേലക്കാരിയൊന്നുമല്ല എന്ന് രാധിക ദേഷ്യത്തോടെ പറഞ്ഞു. ഈ ചായയിൽ മധുരം വരേണ്ട ഭാര്യ ഇവിടെയുണ്ട്, ഭാര്യയോടാണ് പറയേണ്ടത്, അല്ലാതെ എന്നോടല്ല പറയേണ്ടത്. എന്നോട് അങ്ങനെ ആരും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും അവിടേക്ക് എത്തി. വരുണാകെ ഞെട്ടലോടെ മുത്തശ്ശിയെ നോക്കുമ്പോൾ രാധികയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി ഉടനെ വിളിച്ചു, രാധിക മോളെ എന്ന് വിളിച്ചപ്പം രാധിക പറഞ്ഞു, ഒരാളോടല്ല, ഇവിടെയുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ അനുജത്തിക്ക് കൂട്ടായി വന്നാ. ഞാനിവിടെ ആരുടെയും കാല് പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് രാധിക ദേഷ്യത്തോടെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പത്മിനി വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ രാധിക ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് പോയി. വരുണും മുത്തശ്ശിയും ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയോട് പത്മിനി പറഞ്ഞു, മോൾ ആ ചായ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് മധുരം ഇട്ടുകൊണ്ട് കൊടുക്ക എന്ന് പറഞ്ഞു. ഉടനെ വരുൺ പറഞ്ഞു, വേണ്ട, എനിക്കിനി വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വരുൺ ആ ചായ അവിടെ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ നിന്നു. പത്മിനിയും പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു. വാ മോളെ എന്ന് പറഞ്ഞ് പ്രിയങ്കയും വിളിച്ച് പത്മിനി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മുത്തശ്ശിയുടെ അരികിലേക്ക് വരുൺ ചെന്നു. രാധിക ആകെ സങ്കടത്തോടെ നേരെ പൂജാമുറിയിലേക്ക് എത്തുകയാണ്. ഭഗവാന്റെ മുന്നിൽ കണ്ണീരോടെ തന്റെ സങ്കടങ്ങൾ പറയാനേ. അപ്പോഴേക്കും വരുണിനോട് മുത്തശ്ശി പറഞ്ഞു, രാധിക മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, ഇവിടെ എന്തോ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് മുത്തശ്ശി. മുമ്പ് ഏട്ടത്തെയും ഇളയമ്മയും മാറി നിന്നാൽ ഉറപ്പായിരുന്നു നമ്മളെ കണിമംഗലത്തിനെതിരെ എന്തോ അവർ പദ്ധതി മെനയുന്നു എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോ അവരുടെ കൂട്ടത്തിൽ അമ്മയും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ രീതിയിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞ്, രാധികമോളെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ പത്മിനിക്ക് കഴിഞ്ഞെങ്കിൽ ഇനി മുന്നോട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറഞ്ഞു, സാരയില്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ചെയ്തു കൂട്ടട്ടെ. അങ്ങനെ എല്ലാവരും എന്നെ ഒരു കുരുക്കിലാക്കി കഴിയുമ്പോൾ അവസാന തീരുമാനം എന്റേതായിരിക്കുമല്ലോ. എന്നെ വേദനിപ്പിച്ച് ചിരിച്ചു നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കരയിപ്പിക്കും മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി വരുണെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ എന്തൊക്കെയാടേ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, മുത്തശ്ശി എത്രത്തോളം അവർ കളിക്കുമെന്ന് കളിക്കട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി ആകെ നിരാശയിലായി. അപ്പോഴാണ് രാധിക പൂജാമുറിയിലെത്തി ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ, അറിയാവല്ലോ, എനിക്ക് വരുണിനോട് ഒരിക്കലും വെറുത്ത് സംസാരിക്കാനാവില്ല, എനിക്ക് ഇങ്ങനെ വെറുപ്പോടെ പറയാനാവില്ല. ഇത്രയും നാൾ അച്ഛൻ പഠിപ്പിച്ചു തന്നത്, അതുപോലെ തന്നെ മനസ്സിൽ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്ന ആളെ ആ മുഖത്ത് നോക്കി എനിക്ക് വെറുപ്പാണെന്ന് പറയാൻ കൂടി എനിക്ക് കഴിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെ ഒരു മോഹം എന്നെ മനസ്സിലുണ്ടാക്കി തരരുതെന്നും, തെറ്റാണെങ്കിൽ അതെന്നെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണമെന്നും. എന്നിട്ടും എന്താ ഭഗവാനെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ഇനിയും എനിക്ക് വരുണിനോട് വെറുപ്പോടെ സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ ആ നിമിഷം എൻ്റെ ഹൃദയം പൊട്ടി താഴെ ആ കൈകളിലേക്ക് വീഴണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടെ ഞാൻ ഇല്ലാതാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ഭഗവാന്റെ മുന്നിൽ സങ്കടപ്പെട്ടുകൊണ്ട് രാധിക പൊട്ടിക്കരഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ രാധികയുടെയും വരുണിന്റെയും സംസാരം കേൾക്കാനായി കൽപ്പന അപ്പുറത്തു നിന്നു. അപ്പോഴേക്കും വരുൺ രാധികയുടെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു, അതെ, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് വരുൺ പറയുമ്പോൾ വരുണിന്റെ ശബ്ദം കേട്ട് രാധിക പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വരുൺ വീണ്ടും തന്റെ പിന്നാലെ വന്നു എന്നറിഞ്ഞതോടെ രാധിക ആകെ സങ്കടത്തോടെ പോകാനായിട്ട് വലിയ ഗൗരവം കാണിച്ച് പോകാൻ തുടങ്ങുമ്പോൾ കണ്ണീരൊപ്പി പോകാൻ തുടങ്ങുന്ന രാധികയെ വരുൺ പിടിച്ചു നിർത്തി. പോകരുത്, എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ടേ താൻ പോകാവൂ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറഞ്ഞു, ഞാനെന്ത് കേൾക്കാൻ, എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു, അതെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താൻ എനിക്ക് മറുപടി തന്നേ പറ്റൂ. താൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതിനും ഇങ്ങനെ സംസാരിക്കുന്നതിനും ആരാണ് കാരണക്കാര്? പ്രിയങ്കയാണോ, അതോ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അതിന് ആരെങ്കിലും ഒക്കെ പറയുന്നത് പോലെ ഞാൻ പെരുമാറുന്നത് എന്തിനാ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു, അല്ല, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറ, തനിക്ക് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? എടോ, തന്നെ ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ആരാണെങ്കിലും അവരാരാണെന്ന് എന്നോട് പറ, ഞാൻ അവരോട് സംസാരിച്ചോളാം. എടോ, താൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ തീർക്കാം ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് എന്ന് വരുൺ പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറ രാധികയെ എന്ന് പറയുമ്പോൾ രാധിക പറയും, ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് പറഞ്ഞാലേ പിന്നെയും എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്?
നിങ്ങളൊക്കെ വലിയ വീട്ടിലെ പയ്യനാ, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, എന്നിട്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി മാറ്റാനും ഒരു വൃത്തികെട്ടവളാണെന്ന് എന്നെ മാറ്റി തീർക്കാനും ഒക്കെയാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ, ഒരു വൃത്തികെട്ട ജന്മമായി, ഒരു മോശക്കാരിയാക്കി ചിത്രീകരിക്കാനായിട്ട് എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്നെല്ലാം ചോദിച്ച് രാധിക വരുണിന് നേരെ ദേഷ്യപ്പെടുന്നു. വരുണിന് നേരെയുള്ള രാധികയുടെ സംസാരം എല്ലാം കേട്ട് വരുൺ പറഞ്ഞു, രാധികയെ, താൻ ഈ പറയുന്നതൊക്കെ, ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകളും മറ്റുള്ളവര് തന്റെ മേൽ അടിച്ചേൽപ്പിച്ച വാക്കുകളാണ്. മറ്റുള്ളവർ തന്നെ പഠിപ്പിച്ചു തന്നത് താൻ ഇവിടെ എന്റെ മുന്നിൽ പറയുന്നു. ഇപ്പൊ പറഞ്ഞതിൽ ഒന്നുപോലും തന്നെ മനസ്സിൽ തൊട്ടുകൊണ്ടോ ആത്മാർത്ഥമായിട്ടോ അല്ല താൻ പറഞ്ഞിട്ടുള്ളത് എന്ന് രാധികയോട് വരുൺ അറിയിച്ചു. കൽപ്പന അതെല്ലാം കേട്ടതിന് ശേഷം അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, അതെ, താൻ ഇങ്ങനെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം എന്റെ മുഖത്ത് നോക്കി പറയാവോ? എന്തെങ്കിലും തന്നെ ഇപ്പോഴും തനിക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് തനിക്ക് പറയാൻ കഴിയുമോ? താനിപ്പോ എന്നോട് വെറുപ്പാണെന്ന് പറയുമ്പോഴും അതിന്റെ 100 ഇരട്ടി താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് രാധികയോട് വരുൺ പറയുമ്പോൾ രാധിക അതെല്ലാം കേട്ട് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് വേഗം ഓടിപ്പോകുന്നു. രാധിക അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും വരുണാകെ നിരാശയോടെ നിന്നു. അതിനുശേഷം കിച്ചണിലെത്തിയ പത്മിനി ജോലി ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് അരിയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അവിടേക്ക് രാധിക എത്തി. രാധിക പത്മിനിയെ വിളിച്ചു, അമ്മേ, ഞാൻ ഇത്രയൊക്കെ വരുണോട് വെറുപ്പ് കാണിച്ചാൽ മതിയോ? ഇത്രയൊക്കെ കടുപ്പമായ സ്വരത്തിൽ സംസാരിച്ചാൽ മതിയോ? ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടാവില്ലമ്മേ. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ എന്നെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ഒക്കെ നല്ല കാര്യങ്ങളും നല്ല വാക്കുകളായതുകൊണ്ടും മോശമായ വാക്കുകളൊന്നും എൻ്റെ നാവിൽ വഴങ്ങുന്നില്ല. സത്യത്തിൽ ഈ തെരുവിൽ നടക്കുന്ന, വഴക്ക് പിടിച്ച് ബഹളം വെച്ച് നടക്കുന്ന ആ വൃത്തികെട്ടവരുടെ കൂടെ ഞാൻ ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അത്തരം വാക്കുകളൊക്കെ എൻ്റെ നാവിൽ വന്നോളുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു, മോളെ, നീ എന്നോട് ക്ഷമിക്കേ. എനിക്ക് എൻ്റെ മകൻ്റെ ജീവിതമാണ് വലുത്. നീ എന്നെ പോലൊരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. നിന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ നീ എന്നോട് പൊറുക്കണം എന്ന് പറയുമ്പോൾ കൽപ്പന ഉടനെ അവിടേക്ക് എത്തി. അമ്മ എന്താ ഈ കാണിക്കുന്നേ? ഇവളുടെ കണ്ണീര് കണ്ടുകൊണ്ട് അമ്മയുടെ മനസ്സങ്ങ് അലിഞ്ഞോ? അമ്മ ഇവളെ സമാധാനപ്പെടുത്തി ഇവളോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണോ? സത്യത്തിൽ ഇവളുടെ പ്രവൃത്തികൾ കണ്ടാലേ ഇവൾക്കിട്ട് 2 പൊട്ടീര് കൊടുത്ത് ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കുക ചെയ്യേണ്ടത്. രാധികെ, ഇനി മുതൽ വരുണിനോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്നും വരുണിനെ എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാ സംസാരിക്കേണ്ടതെന്നും ഞാൻ പറയാം. അല്ല അമ്മ, ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്നത് വരുണിന് വേണ്ടി ഇനി ഇവളെ ആലോചിക്കാൻ പോവാണോ? നാട്ടുകാരൊക്കെ പറയട്ടെ, കണിമംഗലത്ത് രാധികയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കണിമംഗലത്തെ ഇളയ മകന്റെ 2ാം ഭാര്യയായിട്ടാണ് എന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാനാണോ അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൽപ്പന ദേഷ്യത്തോടെ സംസാരിക്കുന്ന കേട്ട് പത്മിനി ഉടനെ തന്നെ ദേഷ്യത്തോടെ കൽപ്പനയെ എന്ന് ഉറക്കെ വിളിച്ചു, അമ്മയ്ക്ക് രോഷം കൊണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സത്യ. എന്തായാലും ഇനി ഇവളെങ്ങനെയാണ് വരുണിനോട് പെരുമാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് രാധികയോട് കൽപ്പന പറയുന്നു.